പ്രിയമുള്ളവരെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയേക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് വളരെ അടുത്ത് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഒപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളോടൊപ്പം BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ ഇറങ്ങും. അതുമൂലം അവർക്ക് ഒരുപാട് മുൻഗണനകൾ ലഭിക്കും. കാരണം മണ്ഡലത്തിൽ അത്രത്തോളം സമയം ചിലവഴിക്കുവാൻ കഴിയും. മാത്രമല്ല, അപരിചിതർ എന്നുള്ള ഒരു ആരോപണം മിക്ക സ്ഥാനാർത്ഥികൾക്കും ഇല്ലാതാക്കുവാൻ കഴിയും എന്ന രീതിയിലുള്ള വലിയ വിശകലനങ്ങൾ മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. കുറച്ചധികം സ്ഥാനാർത്ഥികളെ അവർ അതിനുവേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ആ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങും എന്ന വാർത്താ മാധ്യമങ്ങൾ ഇന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മിക്കപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് BJP പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമാണ് ഇതെന്നുള്ള രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ BJP ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ, അതായത് കോൺഗ്രസ് നേതാവ് മുരളീധരന്റെ സഹോദരിയും മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാലാണ് എന്ന വാർത്തയും ഇന്ന് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഇപ്പോൾ തന്നെ കണ്ടിട്ടുള്ളത് അദ്ദേഹം പ്രചരണ രംഗത്താണ്, മുരളീധരനാണ്, അതായത് പത്മജ വേണുഗോപാലിന്റെ സഹോദരിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനം വെച്ച് പറയുകയാണെങ്കിൽ, ആ മണ്ഡലവുമായി വ്യക്തിബന്ധമുള്ള അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് സമീപത്തുള്ള ഒരു മണ്ഡലത്തിൽ വസിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ BJP ചെയ്യുന്നത് ഇത് ചരിത്രപരമായ മണ്ടത്തരം, ആന മണ്ടത്തരം എന്നേ പറയുവാൻ സാധ്യതയുള്ളൂ. കാരണം അവിടെ പത്മജ വേണുഗോപാൽ വരുന്ന പക്ഷം വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുവാൻ കഴിയില്ല. BJPക്ക് മുരളീധരനോട് ഒരു വിരോധമുണ്ട്. കാരണം നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിപ്പിച്ച ഒരാൾ എന്ന രീതിയിൽ ഒരു പണി കൊടുക്കാം എന്ന അർത്ഥത്തിൽ അവിടെ കൊണ്ടു നിർത്താം എന്നല്ലാതെ, പത്മജ വേണുഗോപാലിനെ കൊണ്ട് നിർത്താം എന്നല്ലാതെ അവിടെ രാഷ്ട്രീയമായ എന്തെങ്കിലും നേട്ടം BJPക്ക് ഉണ്ടാക്കുവാൻ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം കൊണ്ട് അവിടെ സാധ്യം ആകുമെന്ന് വിശ്വസിക്കുന്നില്ല. ആ മണ്ഡലത്തെ അറിയാവുന്ന ആരും അങ്ങനെ വിശ്വസിക്കും എന്ന് തോന്നുന്നില്ല. കാരണം BJPക്ക് ശക്തമായ വോട്ട് ബാങ്കുകളുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ നിർത്തുമ്പോൾ അത് BJPക്ക് വലിയ നേട്ടങ്ങൾ ഒന്നും ഉണ്ടാക്കുവാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന മുരളീധരൻ, അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കോർപ്പറേഷന്റെ ചുമതല കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആ മണ്ഡലത്തിൽ വളരെ സജീവമാണ്. കാരണം തൃശ്ശൂർ ലോക്സഭയിൽ അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം അപ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവ് ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, രാഷ്ട്രീയ തന്ത്രങ്ങളും അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ സജീവമായി തന്നെ ആ മണ്ഡലത്തിലുണ്ട്. മാത്രമല്ല, അവിടെ CPMന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രശാന്താണ്. പ്രശാന്തിനെ അറിയാം. അദ്ദേഹം കോർപ്പറേഷൻ മേയർ ആയിരുന്നപ്പോഴും വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച മേയർ ബ്രോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ആ രണ്ടുപേരുടെ ഇടയിലേക്ക് പത്മജ വേണുഗോപാൽ വന്നിറങ്ങുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിത്വം അത് BJP സംബന്ധിച്ച് ഉപകാരപ്രദമായിരിക്കില്ല എന്ന വലിയ വിശകലനം തന്നെ മാധ്യമങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പ്രശാന്ത് തന്നെ വരും എന്ന് ഉറപ്പിക്കാം. കാരണം 2 ടേം എന്ന ഒരു പാറ്റേൺ CPMനുണ്ടെങ്കിലും 2 ടേം കഴിഞ്ഞ് ആരെയും മത്സരിപ്പിക്കില്ല എന്ന് CPM തീരുമാനിച്ചാൽ പോലും VK പ്രശാന്തിന് അത് ബാധകമാവില്ല. കാരണം VK പ്രശാന്ത് അവിടെ ഒരു പ്രാവശ്യം വിജയിക്കുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ്. അതായത് നേരത്തെ അവിടെ MLA ആയിരുന്ന മുരളീധരൻ, അദ്ദേഹം വടകര MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്ക് രാജിവെച്ചപ്പോൾ അവിടെ മത്സരിച്ചാണ് പ്രശാന്ത് വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2 ടേം എന്ന ഒരു ബാധ്യതയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവും മുരളീധരനും തമ്മിലുള്ള മത്സരമായിരിക്കും അവിടെ എന്നത് വലിയ വ്യക്തമാണ്. അതിനിടയിലേക്ക് പത്മജ വേണുഗോപാൽ വരുന്നതിനേക്കാളും BJPക്ക് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് തന്നെയുള്ള, ആ മണ്ഡലത്തിൽ തന്നെയുള്ള പ്രാദേശിക BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്ന ഒരു നിഗമനമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് മണ്ഡലത്തിലെ BJP പ്രവർത്തകർക്കുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു വിശകലനം കൂടി എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊന്ന്, മുരളീധരൻ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം വട്ടിയൂർക്കാവ് വിട്ടുപോകുന്നതിന് മുമ്പ്, വടകരയിൽ അദ്ദേഹത്തെ പാർട്ടി നിയോഗിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ജനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് വട്ടിയൂർക്കാവിൽ നിലനിന്ന ഒരു വ്യക്തിത്വമാണ്. മിക്കപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസുകളിലൊക്കെ പോയിട്ടുള്ളപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും മുരളീധരന്റെ ഓഫീസിൽ വരുന്ന ആളുകളോട്, പ്രത്യേകിച്ചും
ഈ വീട് വെക്കുക, മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന ആളുകളോട് അതിന് അദ്ദേഹത്തിന് MLA എന്ന പദവിയിൽ അദ്ദേഹത്തിന് സർക്കാരിന്റെ ഫണ്ടൊന്നും വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അവരുടെ വീട് നിർമ്മാണത്തിനും മക്കളുടെ കല്യാണത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിടുന്നതിന് പത്മജ വേണുഗോപാലിനെ പോലുള്ള ഒരാളെ തൃശ്ശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ അത് BJPയെ സംബന്ധിച്ച് വലിയ പരാജയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരുന്നു, BJP ആണ് 2-ാം സ്ഥാനത്ത് എന്ന ഒരു വിശകലനം BJP നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. 2021 വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് 3-ാമതായിരുന്നു. പക്ഷേ അവിടെ അപ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് വീണ നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അവർ നേരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും അവരുടെ സ്വന്തം വാർഡിൽ പോലും വിജയിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് അവിടെ നിർത്തിയത്. VV രാജേഷ് BJP സ്ഥാനാർത്ഥി അവിടെ 2-ാം സ്ഥാനത്ത് വന്നു. പ്രശാന്ത് CPMന്റെ വലിയ മാർജിനിൽ വിജയിച്ചു. 21,515 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പക്ഷെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറാം. അതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അദ്ദേഹം കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ചപ്പോഴും വലിയ വോട്ടിംഗ് പാറ്റേൺ അദ്ദേഹത്തിലേക്കുണ്ടായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം മൊത്തം 13 തവണ മത്സരിച്ചു. അതിൽ 6 തവണ മാത്രമാണ് വിജയിച്ചത്, 7 തവണ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹത്തെ പറ്റി വലിയ ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹം മത്സരിച്ച ഇലക്ഷനൊക്കെ ഒന്ന് എടുത്തു നോക്കണം. അത് 2009 അദ്ദേഹം വയനാട് നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ല, ഒരു മുന്നണിയുടെയും പിന്തുണയില്ല. NCP എന്ന ഒരു പാർട്ടിയുടെ കീഴിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം 1 ലക്ഷത്തിന് അടുത്ത് വോട്ടുകൾ പിടിച്ചു. NCPക്ക് എത്രത്തോളം വോട്ട് വയനാട് മണ്ഡലത്തിൽ മൊത്തം കേരളത്തിലുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ NCPയുടെ ലേബലിൽ 2009 വയനാടിൽ അദ്ദേഹം പിടിച്ച വോട്ട് അദ്ദേഹത്തിന്റെ തന്നെ വോട്ടാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല നേമത്ത് 2021 36,524 വോട്ടുകൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അതായത് 2016 UDF അവിടെ പിടിച്ചതിനേക്കാളും 15.40% വോട്ട് 2021 നേമത്ത് അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. 2016 നേമത്ത് UDF പിടിച്ചത് 13,860 വോട്ടാണെങ്കിൽ 2021 മുരളീധരൻ അവിടെ വരുമ്പോൾ 36,524 വോട്ട് എന്ന രീതിയിലേക്ക് അവിടെ കോൺഗ്രസിന്റെ UDFന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുണ്ടായത്. ആ വോട്ട് കൊണ്ടാണ് അവിടെ BJPക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏക സീറ്റുകൾ പൂട്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ പരാജയം നമ്മൾ തൃശ്ശൂരിൽ വിലയിരുത്തുകയാണെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം അത് ചില കാലുവാരലുകളുടെ ഫലമായിട്ട് ഉണ്ടായത് ആണ് എന്ന് നമുക്കറിയാം. കാരണം വടകരയിൽ വളരെ ക്രിയാത്മകമായി ജനകീയനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ പാർട്ടിയുടെ ചില തീരുമാനങ്ങൾ പ്രകാരമാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹം അടുത്ത കാലത്തൊന്നും സജീവമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മണ്ഡലമായിരുന്നില്ല തൃശ്ശൂർ, വടകരയായിരുന്നു. പക്ഷെ കേരളത്തിൽ എവിടെ നിന്നും മത്സരിച്ചാൽ ജയിക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അവിടെ നേരിടാനുണ്ടായിരുന്നത് സുരേഷ് ഗോപിയോടാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ 10-15 വർഷമായ മണ്ഡലത്തിൽ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ സ്ഥിരമായുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം അവിടെ സ്ഥിരമായി തൃശ്ശൂർ ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നു, നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്നു. അങ്ങനെ വളരെ ആക്റ്റീവായ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. മാത്രമല്ല CPIയുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാർ ആകട്ടെ, അദ്ദേഹവും അവിടെ നിന്ന് നേരത്തെ തൃശ്ശൂർ ജില്ലയെ തന്നെ പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് MLA ഒക്കെ ആയി മന്ത്രിയൊക്കെ ആയ ആളാണ്. പക്ഷേ മുരളീധരൻ വരുന്നത് മറ്റൊരു വടകരയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നത്. എന്നിട്ടും അദ്ദേഹം വലിയ മത്സരം തന്നെ കാഴ്ചവെച്ചു. ഒരുപക്ഷെ അവിടെ പാർട്ടിയിൽ നിന്നുള്ള ഉൾപാർട്ടി കാലുവാരലൊന്നും ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിജയിച്ചു വരാം ആയിരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റൊന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നത് 2004 അദ്ദേഹം വടക്കാഞ്ചേരിയിൽ നിന്ന് പരാജയപ്പെട്ടതാണ്. 2004 അദ്ദേഹം മന്ത്രിയായി ആന്റണി മന്ത്രിസഭയിൽ വരികയും പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ പരാജയം വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടായത്. അന്ന് കേരളത്തിൽ മൊത്തം കോൺഗ്രസ് പരാജയപ്പെട്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു. കാരണം അന്ന് തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് നിയമസഭയിലേക്ക് അദ്ദേഹം ബൈ ഇലക്ഷനിൽ മത്സരിച്ചത്. 19 സീറ്റിലും ലോക്സഭയിൽ കോൺഗ്രസ് പരാജയപ്പെട്ട ഒരു ഇലക്ഷൻ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്നത് അവിടെ MLA ആയിരുന്ന ആളെ രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചുകൊണ്ടാണ് VT ബലറാമിനെ. അതൊക്കെ വലിയ എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ വലിയ കത്തി നിന്ന അവസരമാണ്. ജനങ്ങൾക്ക് ആ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ കൊണ്ട് മടുത്തു നിന്ന അവസരത്തിലാണ് അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണമായി. കാരണം അദ്ദേഹം തന്നെ ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊക്കെ അടിയുണ്ടാക്കുന്നതിനൊക്കെ ഒരു വലിയ ഘടകമായിരുന്നു എന്ന കാര്യം നമ്മൾ നിഷേധിക്കുന്നില്ല. മറ്റൊന്ന്, അദ്ദേഹം പിന്നെ മത്സരിക്കുന്നത് കൊടുവള്ളിയിലാണ്. കൊടുവള്ളിയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം DIC ആയിരുന്നു. കാരണം കോൺഗ്രസ് ഒക്കെ വിട്ട് DIC ഉണ്ടാക്കി. അതിനുശേഷം UDFലെത്തി. അതിൽ 18 സീറ്റ് UDF കൊടുത്തു. അതിൽ 17 സീറ്റിലും തോറ്റു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. കാരണം ക്രോസ് വോട്ടിംഗ് ഒക്കെ നടന്ന് എല്ലാ ഡിക്ക് സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തി. അന്ന് തോമസ് ചാണ്ടി കുട്ടനാട് വിജയിച്ചത് ഏക സ്ഥാനാർത്ഥിയാണ് ഡിക്കിനെ.
അങ്ങനെ മാത്രമേ അദ്ദേഹം അങ്ങനെ ഡിക്കിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് തോമസ് ചാണ്ടി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുരളീധരന്റെ ഇലക്ഷൻ പരാജയത്തിന്റെ ലിസ്റ്റ് എടുത്താൽ അദ്ദേഹം പരാജയപ്പെട്ടതൊക്കെയും കോൺഗ്രസിന്റെ കുത്തക സീറ്റുകളിലൊന്നും അല്ലായിരുന്നു. പാർട്ടി എവിടെയൊക്കെയോ നിയോഗിച്ചു, അവിടെയൊക്കെ അദ്ദേഹം പോയി പാർട്ടിയുടെ ഒരു ചാവേർ ദൗത്യം ഏറ്റെടുത്ത് പരാജയപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പാർട്ടി വിട്ട സമയത്തൊക്കെ സ്വതന്ത്രനായിട്ടൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട നിമിഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു സ്വാധീനമുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് പോലും വോട്ട് പിടിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ സത്യത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് ഇനിയൊരു ഇലക്ഷൻ നേരിടാൻ വരുമ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷനിൽ, അതായത് 2021 ഇലക്ഷനിൽ പ്രശാന്തിനുണ്ടായിരുന്ന 21,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അത് അദ്ദേഹത്തിന് മറികടക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും ജനങ്ങളോടുള്ള ഇടപെടലുകളും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് വലിയ യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ച് മുരളിയെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളികൾ കൂടിപ്പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകേണ്ട സമയം കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. പിതാവ് കരുണാകരനെ പോലെ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ചാണക്യനെ ലഭിക്കുമായിരുന്ന ഒരു അവസരമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതായത് അദ്ദേഹത്തിന്റെ അധിക രാഷ്ട്രീയ കളികൾ കൊണ്ട് നഷ്ടപ്പെട്ടത് എന്ന് പറയാതിരിക്കുവാൻ സ്ഥലമില്ല. കാരണം അദ്ദേഹം KPCCയുടെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ കണ്ണിങ് ആയിട്ട് വളരെ നർമ്മത്തോടു കൂടി അദ്ദേഹത്തിന് സംസാരിക്കുവാൻ കഴിയുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളൊന്നാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഒരു ഫോൺ കോൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം നേരത്തെ ഉണ്ടായിരുന്നത് മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് കാരണം അദ്ദേഹം ദേശീയ ഗാനം പാടിയപ്പോൾ തെറ്റിയതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്ന് മുരളീധരന്റെ ഭാഗത്തു നിന്ന് പത്രക്കാർ ഈ കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചാബും ഗുജറാത്തും മഹാരാഷ്ട്രയും ഒന്നും കോൺഗ്രസിന്റെ ഭരണത്തിലല്ല, അതുകൊണ്ടാണ് ദേശീയ ഗാനം പാടിയപ്പോൾ പാലോട് രവി പഞ്ചാബും ഗുജറാത്തും അതുപോലെ മറാത്തയും ഒക്കെ വിട്ടുകളഞ്ഞത് എന്ന് വളരെ നർമ്മത്തിൽ കലർന്ന ഒരു പ്രസ്താവന, ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അങ്ങനെ വളരെ കൃത്യമായിട്ട് നർമ്മരസത്തോടെ പ്രതികരിക്കുന്ന ഒരു സമ്പ്രദായമുള്ള ആളാണ് മുരളീധരൻ. മാത്രമല്ല അദ്ദേഹം വലിയ ജനകീയനാണ്. എന്തായാലും വട്ടിയൂർക്കാവിലോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ മത്സരം എന്ന രീതിയിൽ പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് BJPക്ക് ഉപകരിക്കാമെങ്കിലും വലിയ ഇഫക്റ്റ് ഒന്നും പത്മജ വേണുഗോപാലിന് വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കുവാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന 2ാം സ്ഥാനം ഒരുപക്ഷെ BJP 3ാം സ്ഥാനത്തേക്ക് എത്തിയേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. വട്ടിയൂർക്കാവിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രശാന്തും മുരളീധരനും തമ്മിലായിരിക്കും മത്സരം. പ്രശാന്ത് മുരളീധരൻ മത്സരം ഉണ്ടാകുകയാണെങ്കിൽ മുരളീധരന് നേരിയ ഒരു മുൻതൂക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ കുറച്ച് നാളത്തെ കൊണ്ട് അദ്ദേഹം വട്ടിയൂർക്കാവിൽ വളരെ സജീവമാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ടേ, മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഫുട്ബോൾ കളിയോട് അദ്ദേഹത്തെ ഉപമിക്കാം. ഈ ഗോൾ പോസ്റ്റ് സമീപം ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം കണ്ണിങ് ആയിട്ട് കിട്ടുന്ന ഒരു നിമിഷത്തിൽ ഗോളിൽ പോസ്റ്റിലേക്ക് അദ്ദേഹം ഗോൾ അടിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ തലത്തിലേക്ക്, അല്ലാതെ കേരള രാഷ്ട്രീയത്തിന്റെ വിജയ സോപാനത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരും എന്ന കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.